ആത്മവിശുദ്ധിയുടെ നിറവിൽ മുസ്ലിം വിശ്വാസികൾ നാളെ ചെറിയ പെരുന്നാൾ ആഘോഷിക്കും. ശവ്വാൽ പിറവി കണ്ടതായി ഖാസിമാർ. പെരുന്നാൾ നമസ്കാരത്തിനൊരുങ്ങി ഈദ്ഗാഹുകളും പള്ളികളും. പൂങ്കുന്നം മുരളി മന്ദിരത്തിലെ കെ കരുണാകരന്റെ സ്മൃതി കുടീരത്തിന് സമീപം കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ബിജെപി അംഗത്വം നൽകുന്ന പരിപാടി സംഘടിപ്പിച്ച് പത്മജ വേണുഗോപാൽ. പത്മജയുടേത് തരം താഴ്ന്ന രാഷ്ട്രീയ പ്രവൃത്തിയെന്ന് കെ മുരളീധരൻ. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുക്കാൻ തിങ്കളാഴ്ച പ്രധാനമന്ത്രി കുന്നംകുളത്തെത്തും. സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി പോലീസ്. വേലൂർ വെള്ളാറ്റന്നൂരിൽ അമ്മ 3 മക്കളുമായി കിണറ്റിൽ ചാടി 2 കുട്ടികൾ മരിച്ചു. അമ്മയും 1 കുഞ്ഞും രക്ഷപ്പെട്ടു. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പക്കാവിൽ ഭഗവതി തൃച്ചന്ദനമണിഞ്ഞു. ആത്മനിർവൃതിയിൽ 10,000 അശ്വതിക്കാവ് തീണ്ടി. തൃക്കൂർ ആലങ്ങാട് ഏറ്റെടുക്കാൻ ആളില്ലാത്തതുമൂലം 3 ടൺ പടവലങ്ങ തോട്ടത്തിൽ കിടന്ന് നശിക്കുന്നു. വിഷുവിപണി ലക്ഷ്യമിട്ട് 7 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്ത പടവലമാണ് തോട്ടത്തിൽ കെട്ടിക്കിടക്കുന്നത്. അതിരപ്പള്ളി പൊകലപ്പാറയിൽ സ്വകാര്യ ബസിന്റെ യാത്ര മുടക്കി കാട്ടാന. മഞ്ഞക്കൊമ്പനാണ് 15 മിനിറ്റോളം ബസിന്റെ യാത്ര മുടക്കി വഴിയിൽ നിന്നത്. നമസ്കാരം. വാർത്തകൾ വിശദമായി. 1 മാസക്കാലം നീണ്ടുനിന്ന ആത്മചൈതന്യത്തിൽ നിന്നും നേടിയ വിശുദ്ധിയോടെ മുസ്ലിം വിശ്വാസികൾ നാളെ ചെറിയ പെരുന്നാൾ ആഘോഷിക്കും. അന്നപാനീയങ്ങളും വികാര വിചാരങ്ങൾ വെടിഞ്ഞും മനസ്സും ശരീരവും അള്ളാഹുവിലേക്ക് സമർപ്പിച്ച് ആത്മസംശുദ്ധിയോടെയാണ് വിശ്വാസികൾ പെരുന്നാളിലേക്ക് പ്രവേശിച്ചത്. മാനത്ത് ശവ്വാൽ അമ്പിളി പിറ കണ്ടതോടെ തക്ബീർ ധ്വനികൾ മുഴങ്ങി. ഇതോടെ ആഘോഷത്തിന്റെയും പങ്കുവയ്ക്കലിന്റെയും നിമിഷങ്ങളായിരുന്നു വിശ്വാസികൾക്ക്. നോമ്പിന്റെ പൂർണ്ണത ലഭിക്കാനായി വിശ്വാസികൾ ഫിത്തർ സക്കാത്ത് നൽകും. പെരുന്നാൾ നമസ്കാരത്തിനായി ഈദ്ഗാഹുകളും മസ്ജിദുകളും ഒരുങ്ങിക്കഴിഞ്ഞു. പത്മജ വേണുഗോപാലിന് പിന്നാലെ 50ഓളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബിജെപിയിലേക്ക് ചേർന്നു. ഇത് ഒരു തുടക്കം മാത്രമാണെന്നും കൂടുതൽ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ബിജെപിയിൽ ചേരുമെന്നും പത്മജ വേണുഗോപാൽ. യൂത്ത് കോൺഗ്രസ് തൃശൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് മനു പള്ളത്ത്, അയ്യന്തോൾ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ, ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ രാധാകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള 50ഓളം പ്രവർത്തകരാണ് ബിജെപി അംഗത്വം സ്വീകരിച്ചത്. കല്യാണിക്കുട്ടിയമ്മയുടെ സ്മൃതിദിനത്തിൽ തൃശൂർ മുരളി മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ പത്മജ വേണുഗോപാലും ബിജെപി നേതാക്കളും ചേർന്ന് അംഗത്വം നൽകി. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കൂടുതൽ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ബിജെപിയിലേക്ക് എത്തുമെന്നും വർഷങ്ങളായി കോൺഗ്രസുമായി അടുപ്പമുള്ളവരാണ് ഇപ്പോൾ ബിജെപിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതെന്നും പത്മജ പറഞ്ഞു. കോൺഗ്രസിന് ഫണ്ടില്ലെങ്കിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എങ്ങനെ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യുന്നുവെന്നും സ്ഥിരം കാലുവാരുകാരായ കോൺഗ്രസുകാർ ഇത്തവണയും കാലുവാരുമെന്നും പത്മജ അഭിപ്രായപ്പെട്ടു. അവരൊക്കെ കുറേ നാളുകളായിട്ട് ഈ പറഞ്ഞ മാതിരി ശ്വാസം മുട്ടിയിരിക്കുകയായിരുന്നു. അവർക്ക് വേണ്ടിയൊക്കെ ഫൈറ്റ് ചെയ്യാൻ ഞാനുണ്ടായിരുന്നു. ഇപ്പം ഞാൻ പോയപ്പോൾ അവർക്കൊരു ആളില്ല എന്നുള്ളൊരു തോന്നലാണ്. അപ്പോൾ അവർ തന്നെ നിർബന്ധിച്ച്, ഞാൻ ആരോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇലക്ഷൻ കഴിഞ്ഞാൽ ഒരു കുത്തൊഴുക്കുണ്ടാവും നിങ്ങൾ വിചാരിക്കേണ്ട. അപ്പം ഈ പറഞ്ഞ മാതിരി ചിലപ്പോൾ ഞാനും ഇറങ്ങും. ഇപ്പം ഞാൻ ഒന്നിനും ഇറങ്ങിയിട്ടില്ല. ശരിക്കും അവരൊക്കെ നമ്മളുള്ള ഒരു ഇഷ്ടം കൊണ്ട് വരുന്നതാണ്. കാലുവാരൽ ഇവരുടെ സ്വഭാവമാണ്, അത് മാറില്ല. തുടങ്ങിയ കാലം തൊട്ടുള്ള കാലുവാരലാണ്. ഇപ്പം ഇത്തിരി കൂടി. പണ്ട് ശക്തരായിട്ടുള്ള നേതാക്കളെങ്കിലും ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ ഒരു ശക്തരായിട്ടുള്ള ഒരു നേതാവ് എന്ന് പറയാൻ കോൺഗ്രസ്സിൽ ആരാളല്ല. മോദിജിയോട് ആരാധന ഉള്ളതുകൊണ്ടാണ് ബിജെപിയിലേക്ക് എത്തിയത്. സ്ത്രീകൾക്ക് ബഹുമാനം നൽകുന്ന പാർട്ടിയാണ് ബിജെപി. അച്ഛനു വേണ്ടി കൂടിയാണ് താൻ ബിജെപിയിൽ ചേർന്നതെന്നും ഒരു പുസ്തകം എഴുതിയാൽ പലതും തെളിവോടെ വിളിച്ചു പറയേണ്ടി വരുമെന്നും പത്മജ പറഞ്ഞു. എൻ്റെ പിതാവ് മാർക്സിസ്റ്റ് പാർട്ടിയായി ചേർന്ന് അദ്ദേഹം പാർട്ടി വിട്ടുപോയപ്പോൾ ആർക്കും ഈ ചോദ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ. എൻ്റെ പിതാവിൻ്റെ വിഷമം കണ്ട ആൾ ഞാനാണ്. ഇതെൻ്റെ പിതാവ് എനിക്ക് എഴുതി തന്ന വീടാണ്. കാരണം എൻ്റെ സഹോദരന് തിരുവനന്തപുരത്തെ വീടും ഈ വീട് എനിക്കും എഴുതി തന്നു. ബിജെപി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ അനീഷ് കുമാർ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, സംസ്ഥാന സെക്രട്ടറി എ നാഗേഷ്, ജില്ലാ പ്രഭാരി ഉണ്ണികൃഷ്ണൻ, മണ്ഡലം പ്രസിഡന്റ് രഘുനാഥ് സി മേനോൻ എന്നിവർ സന്നിഹിതരായിരുന്നു. TC വിനോസ്, തൃശൂർ. പത്മജ വേണുഗോപാലിന്റേത് തരം താഴ്ന്ന രാഷ്ട്രീയമെന്ന് തൃശൂർ ലോക്സഭാ മണ്ഡല UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ. കല്യാണിക്കുട്ടിയമ്മയുടെ സ്മൃതി ദിനത്തിൽ പൂങ്കുന്നം മുരളി മന്ദിരത്തിൽ പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട പ്രവർത്തകർക്ക് ബിജെപി അംഗത്വം നൽകുന്ന ചടങ്ങ് സംഘടിപ്പിച്ചതിനെതിരെ പ്രതികരിക്കുകയായിരുന്നു മുരളീധരൻ. അച്ഛനും അമ്മയും ഉറങ്ങുന്ന സ്ഥലം താൻ ജീവിച്ചിരിക്കുമ്പോൾ സംഘികൾക്ക് വിട്ടുകൊടുക്കില്ല. സംഘികളുടെ മുദ്രാവാക്യം കേൾക്കേണ്ട അവസ്ഥയൊന്നും കെ കരുണാകരനില്ല. അമ്മ ഒരിക്കലും രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെട്ടിരുന്നില്ല. അച്ഛന്റെ നിഴലായി നടന്ന അമ്മയുടെ ഓർമ്മദിനത്തിൽ ഇത്തരമൊരു കാര്യം പത്മജ ചെയ്തതിൽ തനിക്ക് ദുഃഖമുണ്ട്. മുരളി മന്ദിരത്തിന്റെ കാര്യത്തിൽ തന്നെ ആരും ഉപദേശിക്കാൻ വരേണ്ടെന്നും മുരളീധരൻ പറഞ്ഞു.
പാർട്ടി ചടങ്ങുകളായിട്ട് അതൊന്നും നടത്താൻ പാടില്ല. ഇപ്പോൾ DCC എല്ലാ വർഷവും നടത്താറുണ്ട്. കഴിഞ്ഞ മാർച്ചിലും DCC തന്നെയാണ് നടത്തിയത്. പക്ഷെ അപ്പോഴും ഒരു പാർട്ടി ചടങ്ങായിട്ട് അതിനെ നടത്തിയിട്ടില്ല. അന്ന് അതിൻ്റെ അകത്ത് ഒരു യോഗ പോലും നടത്തിയിട്ടില്ല. ഇന്ന് ഇത്രയും ഒരു ചീപ്പായിട്ടുള്ള കളി ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഏതായാലും അതിനെ വലിയ ഇനിയിപ്പോൾ ഗൗരവത്തിൽ കാണേണ്ട കാര്യമില്ല. പാർട്ടി ഒരു യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ ശത്രുവാളയത്തിന് പാർട്ടിയെ ഒറ്റിക്കൊടുക്കാൻ നോക്കിയത് നടന്നില്ല. അത് കാര്യം വേറെ. അത് അച്ഛൻ്റെ ആത്മാവിന് സന്തോഷം നൽകുന്ന കാര്യമല്ലല്ലോ. പക്ഷേ ഇത് അച്ഛൻ്റെയും മാത്രമല്ല, അമ്മയുടെയും. അമ്മ ഒരിക്കലും എൻ്റെ പിതാവിൻ്റെ പൊതുജീവിതത്തിൽ ഒരിക്കൽ പോലും കോൺട്രവേഴ്സ്യൽ ആവാത്താണ് എൻ്റെ അമ്മ. നിങ്ങൾ ഏതെങ്കിലും മാധ്യമങ്ങൾ വായിച്ചിട്ടുണ്ടോ എൻ്റെ അമ്മ രാഷ്ട്രീയ കാര്യത്തിൽ ഇടപെട്ടു? എന്താണ് എൻ്റെ അച്ഛൻ പറയുന്നത് അതിനെ വേദവാക്യമാക്കി കൊണ്ടുനടന്നാണ് എൻ്റെ അമ്മ. ഒരു കുടുംബജീവിതം എങ്ങനെ വേണമെന്ന് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ അമ്മയിലൂടെ. കരുവന്നൂർ കേസിൽ AC മൊയ്തീനെ രക്ഷിക്കാൻ CPM BJPക്ക് വോട്ട് മറിക്കുമെന്ന ആരോപണവുമായി AICC അംഗം അനിൽ അക്കര. തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത് സംബന്ധിച്ച് ഇരു പാർട്ടികളും തമ്മിൽ ധാരണയായെന്ന് അനിൽ അക്കര ചൂണ്ടിക്കാട്ടി. AC മൊയ്തീന്റെ നിക്ഷേപം കണ്ടുകെട്ടിയതിന്റെ രേഖയും അനിൽ അക്കര പുറത്തുവിട്ടു. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണം CPM BJP ധാരണ അനുസരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പുറമേക്ക് CPMന്റെ ഉന്നതരായ നേതാക്കന്മാരെ ചോദ്യം ചെയ്യാൻ വിളിക്കുകയും അവരെ പിന്നീട് വിട്ടയക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള പ്രതീതി, ഒരു അന്വേഷണം നടക്കുന്നുണ്ട് എന്നുള്ള പ്രതീതി ജനിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു അന്വേഷണമാണ് കരുവന്നൂർ കള്ളപ്പണ കേസിൽ ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസിയായ ED നടത്തിക്കൊണ്ടിരിക്കുന്നത്. EDയുടെ ഇപ്പോഴത്തെ അന്വേഷണം ഒരു കാരണവശാലും ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുന്ന അന്വേഷണമല്ല. CPM നേതാക്കന്മാരെ, ഉന്നതരായ CPM നേതാക്കന്മാരെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് CPMഉം BJPയും സംയുക്തമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുന്നംകുളത്തെത്തുന്നതിന് മുന്നോടിയായി തൃശൂർ റേഞ്ച് DIG S അജിത ബീഗം സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി. പ്രധാനമന്ത്രി ഹെലികോപ്റ്റർ ഇറങ്ങുന്ന ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ട്, പരിപാടി നടക്കുന്ന കുന്നംകുളം ചെറുവത്തൂർ ഗ്രൗണ്ട് എന്നിവിടങ്ങളിലാണ് DIG സന്ദർശനം നടത്തി സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തിയത്. 15 രാവിലെ 11 മണിക്കാണ് കുന്നംകുളം ചെറുവത്തൂർ ഗ്രൗണ്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആലത്തൂർ, പൊന്നാനി ലോക്സഭാ മണ്ഡലങ്ങളിലെ BJP സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുക. മേഖലയിലെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി 1500-ലധികം പോലീസുകാരെ വിന്യസിക്കും. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകൻ, കുന്നംകുളം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ അബ്ദുൽ ബഷീർ, ഗുരുവായൂർ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ C സുന്ദരൻ, കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാൻ, ഗുരുവായൂർ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ VC സൂരജ് എന്നിവരും DIGയോടൊപ്പം ഉണ്ടായിരുന്നു. വേലൂർ വെള്ളാറ്റന്നൂരിൽ അമ്മ 3 മക്കളുമായി കിണറ്റിൽ ചാടി 2 കുട്ടികൾ മരിച്ചു. അമ്മയും ഒരു കുഞ്ഞും രക്ഷപ്പെട്ടു. പൂന്തുരുത്തി വീട്ടിൽ അഖിലിന്റെ ഭാര്യ 28 വയസ്സുള്ള സൈനയാണ് മക്കളായ 8 വയസ്സുള്ള അഭിജയ്, 5 വയസ്സുള്ള ആദിദേവ്, 1.5 വയസ്സുള്ള അഗ്നിക എന്നിവരുമായി കിണറ്റിൽ ചാടിയത്. ഇതിൽ അഭിജയും ആദിദേവും മരിച്ചു. മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള സൈനയും അഗ്നികയും അപകടനില തരണം ചെയ്തു. എറണാകുളത്ത് ടാക്സി ഡ്രൈവറായ അഖിൽ കഴിഞ്ഞ ദിവസം രാത്രി വീട്ടിൽ വന്ന ശേഷം ചൊവ്വാഴ്ച രാവിലെയാണ് തിരിച്ചുപോയത്. മക്കളെ കിണറ്റിലെറിഞ്ഞതിന് ശേഷം സമീപത്തെ ഭർത്തൃ സഹോദരന്റെ വീട്ടിൽ ചെന്ന് മരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് സൈനയും കിണറ്റിൽ ചാടുകയായിരുന്നു. ഉടൻ തന്നെ ജ്യേഷ്ഠന്റെ മകൻ 16 വയസ്സുള്ള അഭിനവ് കിണറ്റിലേക്കിറങ്ങി 3 കുട്ടികളെയും പുറത്തെടുത്തു. കുന്നംകുളത്തു നിന്നും വടക്കാഞ്ചേരിയിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് സൈനയെ പുറത്തെടുത്തത്. ആദിദേവിനെ നാട്ടുകാർ വേലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലും അഭിജയിനെ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അഭിജയ് തയ്യൂർ സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിയും ആദിദേവ് LKG വിദ്യാർത്ഥിയുമാണ്. സൈനയുടെയും അഖിലിന്റെയും പ്രണയ വിവാഹമായിരുന്നു. സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് താമസിക്കുന്ന വീട് വിൽക്കുന്നതുമായി സംബന്ധിച്ചുള്ള തർക്കമാണ് സൈനയെ കൃത്യത്തിന് പ്രേരിപ്പിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. കുന്നംകുളം ACP അബ്ദുൽ ബഷീറിന്റെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. അരമണിക്കിലുക്കി ഉറഞ്ഞുതുള്ളുന്ന ചെഞ്ചേലയെടുത്ത കൊടുങ്ങല്ലൂർ ശ്രീ കുറുമ്പക്കാവിൽ ആയിരങ്ങൾ അശ്വതിക്കാവ് തീണ്ടി. കോട്ടയിൽ കോവിലകത്തു നിന്ന് വലിയ തമ്പുരാൻ രാമവർമ്മ രാജ പല്ലക്കിൽ എഴുന്നള്ളിയതോടെയാണ് കാവുതീണ്ടൽ ചടങ്ങുകൾക്ക് തുടക്കമായത്. പതിവ് പൂജാകർമ്മങ്ങൾ മുഴുവനും പൂർത്തിയാക്കി ശാന്തിമാർ ശ്രീകോവിൽ ഒഴിഞ്ഞതോടെ വലിയ തമ്പുരാന്റെ അനുമതിയോടെ അടികൾമാർ തൃച്ചന്ദന ചാർത്ത് പൂജ തുടങ്ങി. കുന്നത്തുമഠം, നീലത്തുമഠം, മീത്തിൽ മഠം എന്നീ 3 കുടുംബങ്ങളിലെ പ്രതിനിധികൾ ചേർന്നാണ് ശാക്തേയ വിധി പ്രകാരമുള്ള പൂജ നിർവഹിച്ചത്.
ദാരിക നിഗ്രഹത്തിനിടയിൽ മുറിവേറ്റ ദേവിക്ക് വൈദ്യനായ പാലയ്ക്കവേലന്റെ വിധി പ്രകാരം നടത്തുന്ന ചികിത്സയാണ് തൃച്ചന്ദന ചാർത്ത് എന്നാണ് വിശ്വാസം. 7.5 നാഴിക നീണ്ടുനിന്ന പൂജയിൽ കരിക്കിനീരും മഞ്ഞൾപ്പൊടിയും ചേർത്തുണ്ടാക്കിയ മിശ്രിതം കടുകിട തെറ്റാത്ത കർമ്മങ്ങളിലൂടെ ദേവിക്ക് ചാർത്തിയതോടെ തൃച്ചന്ദന ചാർത്ത് പൂർത്തിയായി. ഇതോടെ വലിയ തമ്പുരാൻ നിലപാട് തറയിൽ ഉപവിഷ്ടനായി. വലിയ തമ്പുരാന്റെ അനുമതി അറിയിച്ചുകൊണ്ട് കൊയ്മ പട്ടുകുടയുയർത്തി പാലയ്ക്കവേലൻ ദേവീദാസൻ ആദ്യം കാവുതീണ്ടിയത്. തുടർന്ന് വിവിധ ആൽത്തറകളിൽ നിന്നും വന്നവർ കയ്യിൽ കരുതിയ മുളവടി ക്ഷേത്രത്തിന്റെ ചെമ്പോലയിലടിച്ച് ക്ഷേത്രം വലം വെച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളകും ക്ഷേത്രത്തിലേക്ക് എറിഞ്ഞ് കാവുതീണ്ടിയാണ് കോമരക്കൂട്ടങ്ങൾ മടങ്ങിയത്. ഭരണി നാളായ ബുധനാഴ്ച ക്ഷേത്രത്തിലെ വാതിൽ മാടത്തിൽ നെറ്റിപ്പട്ടം വിരിച്ച് കിണ്ടിയും കണ്ണാടിയും വെച്ച് ദേവിയെ സങ്കല്പിച്ചിരുത്തും. തുടർന്ന് വടക്കേ നടയിൽ കുമ്പളങ്ങ ബലിയർപ്പിച്ച് വെന്നിക്കുടി നാട്ടുന്നതോടെ ഭരണി ആഘോഷം സമാപിക്കും. വിലയിടിവും ഏറ്റെടുക്കാൻ ആളില്ലാത്തതുമൂലം തൃക്കൂർ ആലങ്ങാട് 3 ടൺ പടവലങ്ങ തോട്ടത്തിൽ കിടന്ന് നശിക്കുന്നു. ആലങ്ങാട് 7 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്ത പടവലമാണ് പാടത്ത് പൊട്ടിച്ച് കൂട്ടിയിട്ടിരിക്കുന്നത്. വിഷവിപണി കണക്കാക്കി ഭരത സ്വദേശി സതീശനും സുഹൃത്തുക്കളും ചെയ്ത കൃഷിയിൽ ഏറ്റവും വിലയിടിവ് പടവലത്തിനാണ്. കിലോഗ്രാമിന് 7 രൂപയിൽ താഴെ മാത്രമാണ് നിലവിൽ വില. ഈ വിലയ്ക്ക് മാർക്കറ്റിൽ എത്തിച്ചാൽ വൻ നഷ്ടമാണ് കർഷകർക്ക് സംഭവിക്കുക. വാഹന വാടകയും മറ്റ് ചെലവുകളും കണക്കാക്കിയാൽ കൃഷി നഷ്ടക്കച്ചവടമാണെന്ന് കർഷകർ പറയുന്നു. പാകമായ പടവലം തോട്ടത്തിൽ നിർത്തിയാൽ ചീഞ്ഞു പോകാനിടയുള്ളതിനാൽ പൊട്ടിച്ച് ചാക്കുകളിലാക്കി പാടത്തു തന്നെ കൂട്ടിയിട്ടിരിക്കുകയാണ്. തോട്ടത്തിൽ നേരിട്ടെത്തുന്ന ആവശ്യക്കാർക്ക് പടവലം വിൽക്കുന്നുണ്ടെങ്കിലും പൊട്ടിച്ചതിൽ ഏറിയ ഭാഗവും നശിച്ചു പോകുമെന്ന ആശങ്കയിലാണ് കർഷകർ. വെള്ളരിയും കുമ്പളവും കൃഷി ചെയ്തിട്ടുണ്ടെങ്കിലും പടവലത്തിന് മാത്രമാണ് ഈ ദുർഗതി. മറ്റു മാർഗമില്ലാതെ 5060 കിലോഗ്രാം വരുന്ന ചാക്കിന് 500 രൂപ നിരക്കിൽ പാടത്തു തന്നെ വിൽപ്പന നടത്തി ഒഴിവാക്കുകയാണ് കർഷകർ. 1-2 ദിവസത്തിനുള്ളിൽ മൊത്തമായി ഏറ്റെടുക്കുകയോ വാങ്ങുകയോ ചെയ്യാൻ ആരെങ്കിലും തയ്യാറായില്ലെങ്കിൽ കർഷകർക്ക് ഈ വിഷുക്കാലം ദുരിതത്തിന്റേതാകും. അതിരപ്പള്ളി പൊകലപ്പാറയിൽ സ്വകാര്യ ബസിന്റെ യാത്ര മുടക്കി കാട്ടാന. ചൊവ്വാഴ്ച രാവിലെ 7 മണിയോടെയാണ് പൊരിങ്ങൽകുത്തിലേക്ക് പോയിരുന്ന കൃഷ്ണ എന്ന ബസ് 15 മിനിറ്റോളം വഴിയിൽ കിടന്നത്. പ്രളയകാലത്ത് ചാലക്കുടി പുഴയിൽ ഒഴുക്കിൽപ്പെട്ട മഞ്ഞക്കൊമ്പൻ എന്ന ആനയാണ് വഴിയിൽ നിന്നത്. പ്ലാന്റേഷൻ മേഖലയിലാണ് കൂടുതലായും മഞ്ഞക്കൊമ്പനെ കാണപ്പെടുന്നത്. പോർക്കുളത്ത് ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് ചികിത്സയിലായിരുന്ന ഡ്രൈവർ മരിച്ചു. പോർക്കുളം ചെറുവത്തൂർ വീട്ടിൽ 50 വയസ്സുള്ള ജോയിയാണ് മരിച്ചത്. കഴിഞ്ഞ ഞായറാഴ്ച 3:30യോടെയാണ് അപകടമുണ്ടായത്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി ആഘോഷത്തിനെത്തിയ തമിഴ്നാട് സ്വദേശി ബസിന്റെ മുകളിൽ നിന്നും വീണു മരിച്ചു. ഊട്ടി മഞ്ചിയൂർ സ്വദേശി 27 വയസ്സുള്ള മനീഷ് കുമാറാണ് മരിച്ചത്. ചൊവ്വാഴ്ച പുലർച്ചെ 3 മണിയോടെയായിരുന്നു സംഭവം. ഭരണി ആഘോഷത്തിനെത്തിയ സംഘത്തിൽ ഉൾപ്പെട്ട മനീഷ് കുമാർ ബൈപ്പാസിൽ നിർത്തിയിട്ട ബസിന് മുകളിൽ കിടന്നുറങ്ങുന്നതിനിടെയാണ് അപകടമുണ്ടായത്. എളനാട് മാങ്ങ പറിക്കുന്നതിനിടെ മരത്തിൽ നിന്ന് വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. എളനാട് തേക്കിൻകാട് കോളനിയിൽ ലക്ഷ്മണന്റെ മകൻ 36 വയസ്സുള്ള വിനീതാണ് മരിച്ചത്. എളനാട് CITU ചുമട്ടുതൊഴിലാളി യൂണിയൻ അംഗമാണ്. കഴിഞ്ഞ മാസം 23-ന് ചേലക്കരയിലെ വീട്ടിലെ പറമ്പിൽ നിന്ന് മാങ്ങ പറിക്കുന്നതിനിടെയാണ് അപകടം. ചികിത്സയിലിരിക്കെ ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു മരണം. നിയന്ത്രണം വിട്ട ബൈക്ക് മരത്തിലിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. വെള്ളറക്കാട് ചിറമനങ്ങാട് ലക്ഷം വീട് കോളനിയിൽ ഇളയമാട്ടിൽ വീട്ടിൽ ഖലീലിന്റെ മകൻ 18 വയസ്സുള്ള മുഹമ്മദ് അൻസിലാണ് മരിച്ചത്. തിങ്കളാഴ്ച രാത്രി കുന്നംകുളം ചെവന്നൂർ ഗുഹയ്ക്ക് സമീപമാണ് അപകടമുണ്ടായത്. പിതൃ സഹോദരനോടൊപ്പം ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് നോമ്പുതുറ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരുന്നതിനിടെയാണ് അപകടം. പണയത്തിലിരിക്കുന്ന സ്വർണം തിരിച്ചെടുക്കാനെന്ന വ്യാജേന വിളിച്ചു വരുത്തിയയാളെ ആക്രമിച്ച് 5.5 ലക്ഷം കവർന്ന സംഭവത്തിൽ 2 പേരെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു. പുല്ലൂറ്റ് അലങ്കാരത്ത് പറമ്പിൽ ഷാമോൻ, കൊടുങ്ങല്ലൂർ കണ്ടംകുളം മതിലകത്ത് വീട്ടിൽ സാലിഹ് എന്നിവരാണ് അറസ്റ്റിലായത്. സംഭവത്തിൽ 1-ാം പ്രതിയടക്കം 3 പേരെ കൂടി പിടികൂടാനുണ്ട്. ജ്വല്ലറി ഏജന്റായ കോഴിക്കോട് നെല്ലിക്കോട് മേത്തൽ സ്വദേശി ചന്ദ്രോദയം വീട്ടിൽ ശ്യാംലാലിനെയാണ് പൊയ്യയിൽ വെച്ച് ആക്രമിച്ച് പണം തട്ടിയത്. ഇയാളെ വിളിച്ചു വരുത്തിയ സ്ത്രീ കേസിൽ 5-ാം പ്രതിയാണ്. മാർച്ച് 30-നായിരുന്നു സംഭവം. നിരവധി കേസുകളിലെ പ്രതിയായ കാട്ടുകടവ് സ്വദേശി ഹാരിഷിനെ കാപ്പ ചുമത്തി ജയിലിൽ അടച്ചു. കാട്ടൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലും സംസ്ഥാനത്തെ മറ്റു സ്റ്റേഷനുകളിലും 50ഓളം കേസുകളിൽ പ്രതിയാണ് ഇയാൾ. എറണാകുളം ചേരാനെല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ
ബേക്കറി ഉടമയെ വധിക്കാൻ ശ്രമിച്ച കേസിൽ ജയിലിലായിരുന്ന ഇയാൾ അടുത്തിടെയാണ് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയത്. സ്വർണ്ണവില ഇന്ന് 2 തവണ കൂടി. സ്വർണം പവന് 200 രൂപ കൂടി പവന് 52,800 രൂപയായി. ഗ്രാമിന് 25 രൂപ വർദ്ധിച്ച് 6,600 രൂപയായി. കെ.എം. മാണി കേരള രാഷ്ട്രീയത്തിലെ പ്രതിഭയായിരുന്നുവെന്ന് കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ അഭിപ്രായപ്പെട്ടു. കേരള കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച കെ.എം. മാണിയുടെ 5ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് നടന്ന അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് CV കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു. അനുസ്മരണ യോഗത്തിൽ ഉന്നതാധികാര സമിതി അംഗം ജോൺസൺ കാഞ്ഞിരത്തിങ്കൽ, സംസ്ഥാന സെക്രട്ടറി മിനി മോഹൻദാസ്, ഇട്ടിച്ചൻ തരകൻ, തോമസ് ആന്റണി, KTUC സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രസാദ് പുലിക്കോട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. വാനിൽ ശവ്വാലമ്പിളി തെളിഞ്ഞതോടെ പുണ്യങ്ങൾ പെയ്തിറങ്ങിയ ദിനരാത്രങ്ങൾക്ക് അറുതിയായി. റമദാൻ ഇശലുകളുടെ ഈരടിക്കൊപ്പം കൈകളിൽ മൈലാഞ്ചി മൊഞ്ചിന്റെ ചുവപ്പുകൂടി അണിയാനുള്ള തിരക്കിലാണ് മൊഞ്ചത്തികൾ. കഠിന വ്രതാനുഷ്ഠാനത്തിന്റെ പകലിരവുകൾ പിന്നിട്ട് പെരുന്നാൾ ദിനമെത്തിയാൽ വീടുകളിൽ മൈലാഞ്ചിയുടെ മണം പരക്കും. അഴകിൽ ചാലിച്ച ചായക്കൂട്ടുകൾ പല വരകളിൽ മൊഞ്ചത്തികളുടെ കൈകളിലെ അലങ്കാരമായി മാറുന്നിടത്താണ് വീടുകളിൽ റംസാൻ ആഘോഷത്തിന് ആരവമുയരുന്നത്. പിന്നെ കലവില കൂട്ടുന്ന മൊഞ്ചത്തിക്കൂട്ടം പാട്ടും മേളവുമായി മൈലാഞ്ചിയുടെ ചന്തം കൈകളിൽ പകരുന്ന തിരക്കിലായിരിക്കും. പ്രായഭേദമന്യേ കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന ഇശലുകളുടെ അകമ്പടിയോടെ ചുവപ്പിന്റെ മനോഹാരിത കൈകളിൽ പകരുമ്പോൾ കൂട്ടായ്മയുടെ സന്ദേശം കൂടി റമദാൻ പങ്കുവയ്ക്കുന്നു. വിപണിയിൽ സുലഭമായി മൈലാഞ്ചി കോണുകൾ ലഭ്യമാണെങ്കിലും വീടുകളിൽ നിർമ്മിച്ചെടുക്കുന്ന മൈലാഞ്ചി കൂട്ടിനാണ് കൂടുതൽ അഴകും നിറവും. 10 രൂപ മുതൽ ലഭ്യമായ മൈലാഞ്ചി കോണുകളിൽ മൈലാഞ്ചി ഇടുന്നവരുമുണ്ട്. പെരുന്നാൾ ദിനമെത്തിയാൽ വീടുകളിൽ നിറയുന്ന വാക്കുകളുടെ ഓളപ്പരപ്പിനൊപ്പം മൈലാഞ്ചിയുടെ ചന്തം കൂടി ചേരുമ്പോഴാണ് ഓരോ പെരുന്നാളും പൂർണ്ണമാവുന്നത്. അതുകൊണ്ട് തന്നെ ഐതിഹ്യ പെരുമ നിറഞ്ഞ ചെറിയ പെരുന്നാളിന് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായി മൈലാഞ്ചിയുടെ മൊഞ്ചുകൂടി മാറുകയാണ്. ഫെസ്റ്റിവൽ ഡെസ്ക് TCV. വിഷുവിന് കണിയൊരുക്കുന്നതിൽ ഒഴിച്ചുകൂടാനാകാത്തതാണ് കണിവെള്ളരി. വിഷുക്കണിക്ക് വർണ്ണശോഭ പകരുന്ന കണിവെള്ളരിയുടെ വിളവെടുപ്പും വിൽപ്പനയും തകൃതിയായി. പ്രകൃതിയും കൃഷിയും കർഷകന്റെ മനസ്സും ഇഴചേർന്ന് കിടക്കുന്ന പൊൻപുലരിയിലേക്കാണ് ഓരോ വിഷുക്കാലവും മിഴി തുറക്കുന്നത്. വിഷുവിന് പ്രധാനം വിഷുക്കണി തന്നെയാണ്. കണിക്ക് പ്രധാനപ്പെട്ടതാണ് കണിവെള്ളരി. സ്വർണ്ണ നിറത്തിൽ അധികം വലിപ്പമില്ലാത്ത വെള്ളരിയാണ് കണി വെക്കുന്നത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ വിഷുവിന് മുന്നോടിയായി കർഷകർ വ്യാപകമായി കണിവെള്ളരി കൃഷിയിറക്കിയിട്ടുണ്ട്. വിളവെടുപ്പും തകൃതിയായി നടക്കുന്നു. അതിനാൽ തന്നെ പ്രാദേശികമായിട്ടുള്ള കണിവെള്ളരി വ്യാപകമായി മാർക്കറ്റുകളിലേക്ക് എത്തിത്തുടങ്ങി. അയൽ സംസ്ഥാനമായ കർണാടകയിൽ നിന്നും തൃശൂരിലേക്ക് കൂടുതലായി കണിവെള്ളരി എത്തുന്നുണ്ട്. കിലോയ്ക്ക് 15 രൂപ മുതൽ 40 രൂപ വരെയാണ് ഇപ്പോൾ തൃശൂർ ശക്തൻ മാർക്കറ്റിലെ വില. വിഷു അടുക്കുന്നതോടെ കണിവെള്ളരി കൂടുതലായി മാർക്കറ്റുകളിലേക്ക് എത്തുമെങ്കിലും വില ഇനിയും ഉയരുമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. മഞ്ചേരി അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നും കണിവെള്ളരി വലിയ തോതിൽ തൃശൂരിലേക്ക് എത്തുന്നുണ്ട്. തൃശൂർ പൂരം പ്രദർശന നഗരിയിൽ ജില്ലാ നിയമസേവന അതോറിറ്റിയുടെ പവലിയൻ പ്രവർത്തനം ആരംഭിച്ചു. ജില്ലാ നിയമസേവന അതോറിറ്റി ചെയർമാനും പ്രിൻസിപ്പൽ സെഷൻ ജഡ്ജുമായ PP സൈതലവി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ നിയമസേവന അതോറിറ്റി സെക്രട്ടറി സബ് ജഡ്ജി സരിത രവീന്ദ്രൻ, അഡീഷണൽ ജില്ലാ ജഡ്ജിമാരായ TK മിനിമോൾ, TP അനിൽ, P ശബരിനാഥൻ, KM രതീഷ് കുമാർ, സബ് ജഡ്ജിമാരായ PV രജുല, രാജീവൻ വാജാൽ, ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് നമ്പർ 3 സാന്ദ്ര മേരി നെറ്റോ തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലാ കോടതിയുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന അതോറിറ്റിയുടെ പവലിയനിൽ സൗജന്യ നിയമസഹായം ലഭ്യമാകും. ഇതിനായി പാനൽ അഭിഭാഷകരുടെ സേവനവും ഒരുക്കിയിട്ടുണ്ട്.
എരുമപ്പെട്ടി മുരിങ്ങത്തേരിയിൽ മരം റോഡിലേക്ക് മറിഞ്ഞു വീണു. മരത്തിനടിയിൽപ്പെട്ട ബൈക്ക് യാത്രക്കാരൻ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. മുരിങ്ങത്തേരി കുരിശുപള്ളിക്ക് സമീപമാണ് അപകടമുണ്ടായത്. റോഡരികിൽ നിന്നിരുന്ന ഉങ്ങ് മരം കടപുഴകി റോഡിലേക്ക് വീഴുകയായിരുന്നു. ബൈക്ക് യാത്രികനായ കുട്ടഞ്ചേരി കുന്നത്ത് പീടികയിൽ ഹംസയ്ക്ക് നിസ്സാര പരിക്കേറ്റു. മരത്തിനടിയിൽ കുടുങ്ങിക്കിടന്ന ഹംസയെ നാട്ടുകാരാണ് രക്ഷപ്പെടുത്തിയത്. ഞാനിപ്പോൾ ഇവിടെ എത്തിയുള്ളൂ. വണ്ടിയായിട്ട് ഇവിടെ ഈ സ്പോട്ടിൽ എത്തണം. എൻ്റെ മുമ്പ് വണ്ടി ഈ മരം മൊത്തം പൊട്ടിയിട്ട് എൻ്റെ ഇറങ്ങിട്ട് വന്നു. ഞാൻ പരമാവധി ബ്രേക്ക് ചെയ്തു. പക്ഷെ അപ്പോഴേക്കും ഞാൻ മരം വീഴും ചെയ്തു. ഞാൻ അതിൻ്റെ ഉള്ളിൽ പോയി പെടും ചെയ്തു. അപ്പോൾ വണ്ടി മൊത്തം അതിൻ്റെ ഉള്ളിൽ പെട്ടു, ഞാനും പെട്ടു. പക്ഷെ ഞാൻ എങ്ങനെ ആ കൊമ്പിൻ്റെ അടിയിൽ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഉള്ളിൽ പളിങ്ങി കിടക്കുമ്പോൾ കിടന്നായിരുന്നു. ഞാനവിടെ നീക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ നീച്ച് പുറത്തേക്ക് അടി. വണ്ടി ഇവരെല്ലാവരും കൂടിയിട്ട് കൊമ്പൊക്കെ പൊക്കി മാറ്റിയിട്ടാണ് വണ്ടി പുറത്തേക്ക് കൊടുന്ന് വെച്ചത്. റംസാനോടനുബന്ധിച്ച് തൃശൂർ കുറുപ്പം റോഡ് ഹംഷി ടവറിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്ന് മതസൗഹാർദ്ദത്തിന്റെ പര്യായമായി മാറി. 10ാം വർഷത്തിന്റെ നിറവിൽ നിൽക്കുന്ന തൃശൂർ കുറുപ്പം റോഡ് ഹംഷി ടവർ സ്നേഹവും സാഹോദര്യവും മതസൗഹാർദ്ദവും നിറച്ചാണ് തൃശൂർ പേൾ റീജൻസിയിൽ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചത്. മലപ്പുറം സെയ്ദ് ഫസൽ തങ്ങൾ, കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ, മുൻ മേയർ IP പോൾ, തൃശൂർ ACP കെ സുദർശൻ, ഈസ്റ്റ് CI M സുജിത്ത്, CIമാരായ ഉണ്ണികൃഷ്ണൻ, ജോയ്, മുൻ DYSP രവീന്ദ്രൻ, കോർപ്പറേഷൻ മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ MK ഉസ്മാൻ, മുൻ SI ബാബു, പ്രൈവറ്റ് ബിൽഡിംഗ് ഓണേഴ്സ് ജില്ലാ വർക്കിംഗ് ചെയർമാൻ ഗഫൂർ, പ്രൈവറ്റ് ബിൽഡിംഗ് ഓണേഴ്സ് ജില്ലാ പ്രസിഡന്റും കേരള പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റുമായ MS പ്രേംകുമാർ തുടങ്ങി ബന്ധുമിത്രാദികളും സുഹൃത്തുക്കളും സമൂഹത്തിന്റെ നാനാതുറകളിൽപ്പെട്ടവരും ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തു. ഹംഷി ടവർ ഉടമ PB ഹംസയും കുടുംബവും ചേർന്ന് അതിഥികളെ സ്വീകരിച്ചു. ഹംഷി ടവറിന്റെ സഹോദര സ്ഥാപനമാണ് തൃശൂർ മാര റോഡിന് സമീപമുള്ള ഷെയ്ഖ് സിറ്റി. ഇനി വാണിജ്യം. ലോപ്പൻ ടാറ്റ് യൂണിസെക്സ് സലൂൺ ആൻഡ് ടാറ്റു സ്റ്റുഡിയോ 3 പീടിക അറവുശാലയിൽ പ്രവർത്തനം ആരംഭിച്ചു. HP പെട്രോൾ പമ്പിന് എതിർവശത്തെ കെട്ടിടത്തിലാണ് ലോപ്പാൻ ടാറ്റ് യൂണിസെക്സ് സലൂൺ ആൻഡ് ടാറ്റു സ്റ്റുഡിയോ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ടാറ്റു ഹെയർ കട്ട്, ഹെയർ സ്റ്റൈലിംഗ്, ഹെയർ കളർ, ഹെയർ സ്പാ, ഹെയർ മസാജിംഗ്, ഹെയർ സ്മൂത്തിംഗ്, ഫേസ് മസാജ്, ഫേഷ്യൽ, നൈൽ ആർട്ട്, ത്രെഡിംഗ്, വാക്സിംഗ് എന്നീ സർവീസുകൾ പുരുഷന്മാർക്കും വനിതകൾക്കും ഇവിടെ ലഭ്യമാണ്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി ഓഫറുകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ആദ്യത്തെ 10 ടാറ്റു ബുക്കിങ്ങിന് 50% ഡിസ്കൗണ്ടും ലഭ്യമാണ്. ബുക്കിങ്ങിന് 9744296904 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ആത്മവിശുദ്ധിയുടെ നിറവിൽ മുസ്ലിം വിശ്വാസികൾ നാളെ ചെറിയ പെരുന്നാൾ ആഘോഷിക്കും. ശവാൽ പിറവി കണ്ടതായി ഗാസിമാർ. പെരുന്നാൾ നമസ്കാരത്തിനൊരുങ്ങി ഈദ്ഗാഹുകളും പള്ളികളും. പൂങ്കുന്നം മുരളി മന്ദിരത്തിലെ K കരുണാകരന്റെ സ്മൃതി കുടീരത്തിന് സമീപം കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് BJP അംഗത്വം നൽകുന്ന പരിപാടി സംഘടിപ്പിച്ച് പത്മജ വേണുഗോപാൽ. പത്മജയുടേത് തരം താഴ്ന്ന രാഷ്ട്രീയ പ്രവൃത്തിയെന്ന് K മുരളീധരൻ. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുക്കാൻ തിങ്കളാഴ്ച പ്രധാനമന്ത്രി കുന്നംകുളത്തെത്തും. സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി പോലീസ്. വേലൂർ വെള്ളാറ്റന്നൂരിൽ അമ്മ 3 മക്കളുമായി കിണറ്റിൽ ചാടി 2 കുട്ടികൾ മരിച്ചു. അമ്മയും ഒരു കുഞ്ഞും രക്ഷപ്പെട്ടു. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പക്കാവിൽ ഭഗവതി തൃച്ചന്ദനമണിഞ്ഞു. ആത്മനിർവൃതിയിൽ 10,000 അശ്വതിക്കാവ് തീണ്ടി.
തൃക്കൂർ ആലങ്ങാട് ഏറ്റെടുക്കാൻ ആളില്ലാത്തത് മൂലം 3 ടൺ പടവലങ്ങ തോട്ടത്തിൽ കിടന്ന് നശിക്കുന്നു. വിഷുവിപണി ലക്ഷ്യമിട്ട് 7 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്ത പടവലമാണ് തോട്ടത്തിൽ കെട്ടിക്കിടക്കുന്നത്. അതിരപ്പള്ളി പുകലപ്പാറയിൽ സ്വകാര്യ ബസിന്റെ യാത്ര മുടക്കി കാട്ടാന. മഞ്ഞക്കൊമ്പനാണ് 15 മിനിറ്റോളം ബസിന്റെ യാത്ര മുടക്കി വഴിയിൽ നിന്നത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.